പുതിയ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ നിരന്തരം വിവാദങ്ങളും വിമർശനങ്ങളും സൃഷ്ടിക്കുന്ന അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകൾക്ക് യാതൊരു കുറവുമില്ല. ട്രംപ് നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ റഷ്യയ്ക്ക് പ്രത്യേക ഇളവുകൾ നൽകുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്റെ പ്രസക്തിയും ഭാവി പ്രഭാവങ്ങളും ചർച്ചയാവുകയാണ്. മാറുന്ന ലോകക്രമത്തിൽ പ്രതാപം നഷ്ടപ്പെടുന്ന അമേരിക്ക വീണ്ടും ശക്തി പ്രാപിക്കണമെന്നാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. അതിനായി വേറിട്ട സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നു എന്ന പേരിൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തുക്കളായ ഇന്ത്യക്കും ഇസ്രയേലിനും നേരെ വരെ ട്രംപ് നികുതി ചുമത്തി. എന്നാൽ റഷ്യയെ മാത്രം ഒഴിവാക്കി. ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പല രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ട്രംപ് പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിൽ നിന്ന് റഷ്യ ഒഴിവായതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണിപ്പോൾ ചർച്ചയാകുന്നത്. പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ നികുതി പരിഷ്കാരങ്ങളിൽ ചില രാജ്യങ്ങൾക്ക് മേൽ വർദ്ധിപ്പിച്ച നികുതി വലിയ ആശങ്കകൾ സൃഷ്ടിക്കുമ്പോൾ റഷ്യ അതിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ്. ട്രംപിന്റെ പകരച്ചുങ്കം നിയമത്തിൽ നിന്ന് റഷ്യയെ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റിന്റെ വാദം ശരിയാണോ എന്നതിൽ സംശയങ്ങൾ ശക്തമാവുന്നുണ്ട്. നിലവിൽ റഷ്യയുമായി നടക്കുന്ന വ്യാപാര ബന്ധം അതിന് കാരണമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മതിയായ വിശദീകരണമല്ലെന്നാണ് പല നിരീക്ഷകരുടെയും അഭിപ്രായം. റഷ്യയെ മാത്രമല്ല മറ്റു ചില രാജ്യങ്ങളെയും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്യൂബ, ബെലാറൂസ്, ഉത്തര കൊറിയ എന്നിവയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് അമേരിക്കയുടെ വിശദീകരണം അവർക്കുമേൽ നേരത്തെ തന്നെ ശക്തമായ ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ റഷ്യയേക്കാൾ കുറഞ്ഞ വ്യാപാര ബന്ധമുള്ള മൗറീഷ്യസ്, ബ്രൂണെ എന്നിവ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ റഷ്യയെ ഒഴിവാക്കാനുള്ള കാരണം എത്രത്തോളം മാന്യമാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്തിൽ സ്വാധീനം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ആഗോള പ്രതിസന്ധികളിൽ നിന്നും മേൽക്കൈ നേടാനുള്ള മാർഗങ്ങൾ പരിമിതമാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതിനിടയിൽ റഷ്യ അമേരിക്കയോട് ഉപരോധങ്ങളിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമാകുന്നതെന്ന നിരീക്ഷണങ്ങളും ഉയരുന്നുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയാൽ റഷ്യയുമായി കൂടുതൽ സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുമെന്ന സൂചനകൾ നേരത്തെയും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ത്യക്കു കനത്ത തിരിച്ചടിയാകുന്നതാണ് ട്രംപിന്റെ തീരുമാനം. 26% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവയും ചുമത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുന്നുവെന്നാണ് ട്രംപിന്റെ വാദം. ഇന്ത്യൻ ഇറക്കുമതിക്ക് 26%, ചൈനയ്ക്കെതിരെ 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാന് 24% എന്നിങ്ങനെയാണ് പുതിയ പകരച്ചുങ്ക കണക്കുകൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്. വിമോചന ദിനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസത്തിലാണ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്.